ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ടേസ്റ്റും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മാങ്ങച്ചാറ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു 3 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങ തൊണ്ടോട് കൂടി തന്നെ ഇത്രയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. ഇതേ വലിപ്പത്തിൽ നുറുക്കിയാൽ മതിയാവും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓരോ ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി മറിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കടുകും പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അത് പൊട്ടുന്നത് വരെ നമ്മൾ അതിനെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുകും ഉലുവയും നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു 3 സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി വീണ്ടും പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് അതിലിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മാങ്ങയിലിട്ട ശേഷം എല്ലാ സൈഡിൽ നിന്നും നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും അരപ്പ് വരുന്ന രീതിയിൽ അത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും ഉലുവയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് വിനെഗരിയും കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്കത് ചോറിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻസും എല്ലാം. അതുപോലെ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.